നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. നാട്ടിക ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ ടർഫും കായിക മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടികയിൽ ഓട്ടോറിക്ഷക്കാരനെ ആക്രമിച്ച് പണവും മൊബൈലും കവർന്ന കേസിലെ പ്രതി പിടിയിൽ. വാടാനപ്പള്ളിയിൽ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. നാട്ടിക ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച സിന്തറ്റിക് ട്രാക്കിന്റെയും ഫുട്ബോൾ ടർഫിന്റെയും ഉദ്ഘാടനം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. കായിക മേഖലയിൽ ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും അഭിമാനകരമായ കയ്യൊപ്പാണ് ഇതെന്ന് പറഞ്ഞ ഉദ്ഘാടനത്തിനിടെ CC മുകുന്ദൻ MLA മന്ത്രി അഭിനന്ദിച്ചു. കായിക മേഖലയിൽ തീരദേശത്തെ കായിക താരങ്ങൾക്ക് സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ ടർഫും ഉപകാരപ്രദമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുന്ന രാജ്യത്തിന് എല്ലാ പ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 25 മെഡലെങ്കിലും ലഭ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിന് നമ്മൾ തുടങ്ങി കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കിട്ടാവുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് അത് ഏറ്റവും നല്ല രീതിയിൽ പരിശീലന പരിപാടികൾക്ക് സജ്ജമാക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ തന്നെ ആലോചിക്കുന്നത്. കേരള കായിക രംഗത്ത് നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ നിർണായകമായ സ്ഥാനം വഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്കൂളിലെ പ്രകടനം അതിഗംഭീരമാണ് എന്ന് തന്നെ പറയാൻ കഴിയും. ദേശീയ സ്കൂൾ കായിക മേഖലയിൽ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ ധാരാളം സ്വർണ്ണ മെഡലുകൾ ലഭ്യമാക്കി എന്നുള്ളത് ഏറെ സന്തോഷത്തിന് ഈ നാളിൽ തന്നെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ ഇൻഡിവിജ്വൽ വിദ്യാലയങ്ങളിൽ ഒന്നായി അത് വെള്ളിയായാലും വെങ്കലമായാലും ഒക്കെ തന്നെ സ്വർണമായാലും ഒക്കെ തന്നെ ആ പ്രകടനം ഏറെ മെച്ചപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും. തീരദേശ മേഖലയിലെ കായിക താരങ്ങളുടെ വലിയ സ്വപ്നമാണ് നിറവേറിയത്. നിയോജക മണ്ഡലത്തിൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലേക്കും കളിക്കളം പദ്ധതികൾക്കായി സർക്കാർ ഫണ്ട് അനുവദിക്കണമെന്നും MLA ചടങ്ങിൽ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. കേരള സർക്കാർ 2021-22 വർഷത്തിൽ MLAയുടെ നിരന്തര പരിശ്രമത്തിൽ 3 കോടി രൂപ അനുവദിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ കോർട്ടുമാണ് നാട്ടികയിൽ നിർമ്മിച്ചത്. തൃശൂർ ജില്ലയിലെ 2ാമത്തെ സിന്തറ്റിക് ട്രാക്കാണിത്. ചടങ്ങിൽ CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജുള അരുണൻ, PM അഹമ്മദ്, റഹീം വീട്ടിപ്പറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, സ്കൂൾ PTA പ്രസിഡന്റ് UK ഗോപാലൻ, പ്രിൻസിപ്പൽ MS സ്മിത, പ്രധാനാധ്യാപിക MH ഷെരീഫ എന്നിവർ സംസാരിച്ചു. മുൻ കലാകായിക താരങ്ങളെയും പരിശീലകരെയും ചടങ്ങിൽ ആദരിച്ചു. ഓട്ടോറിക്ഷക്കാരനെ ആക്രമിച്ച് പണവും മൊബൈലും കവർന്ന കേസിലെ പ്രതിയെ റിമാൻഡ് ചെയ്തു. നാട്ടിക കാമ്പ്രത്ത് വീട്ടിൽ അഖിലാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നാട്ടിക പള്ളിയുടെ സമീപത്ത് വെച്ച് രാത്രി 11-നാണ് സംഭവമുണ്ടായത്. സവാരിക്ക് വന്നതിന്റെ വാടക ചോദിച്ചതിന്റെ പേരിൽ ഓട്ടോ ഡ്രൈവറായ അഴീക്കോട് എറിയാട് കരിപ്പാക്കുളം അംജദിനെ മുഖത്തടിക്കുകയും കരിങ്കല്ലുകൊണ്ട് തലയ്ക്ക് അടിക്കുകയും മൊബൈൽ ഫോണും പണവും തട്ടിയെടുക്കുകയും ആയിരുന്നു. വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ MK രമേശ്, പ്രിൻസിപ്പൽ SI എബിൻ, പ്രൊബേഷൻ SI ജിഷ്ണു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സോഷി, ലെനിൻ, CPO ബിജേഷ്, CPO സന്ദീപ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ മുജീബ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വധശ്രമം, മോഷണം തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അഖിൽ.
ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ വാടാനപ്പള്ളിയിൽ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. തളിക്കുളം തോപ്പിൽ വീട്ടിൽ ആഷിഖാണ് തളിക്കുളത്ത് നിന്ന് വാടാനപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. വാടാനപ്പള്ളി സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജ്കുമാർ, ജിനേഷ്, സിവിൽ പോലീസ് ഓഫീസർ അലി, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ സുനീഷ് എന്ന എന്നിവരാണ് ആഷിഖിനെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. കയ്പമംഗലത്ത് വീട്ടിൽ തീപിടുത്തം, ആളപായമില്ല. വീടിനകത്തെ സാധനങ്ങളെല്ലാം കത്തി നശിച്ചു. വലിയമ്പലം അയിരൂർ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ചന്ദ്രപുരയ്ക്കൽ വിനീഷിന്റെ വീടാണ് കത്തിയത്. ഞായറാഴ്ച രാവിലെ 10:30യോടെയാണ് സംഭവം. വീട്ടുകാർ പുറത്തു പോയിരിക്കുകയായിരുന്നു. ഷീറ്റുമേഞ്ഞ വീടിന്റെ ഒരു മുറിയാണ് കത്തിയത്. ഉടൻ തന്നെ അയൽവാസികൾ ചേർന്ന് മോട്ടോർ പമ്പ് ചെയ്ത് തീയണച്ചു. റേഷൻ കാർഡ്, ആധാർ കാർഡ്, കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ, ഫാൻ, ഗ്രൈൻഡർ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളും 20,000 രൂപയും കത്തി നശിച്ചു. സംഭവം അറിഞ്ഞ ഇ.ടി. ടൈസൺ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, പഞ്ചായത്ത് അംഗം CJ പോൾസൺ, കയ്പമംഗലം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. മണലൂർ മണ്ഡലം 9ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. DCC ജനറൽ സെക്രട്ടറി K. വിജയറാം ഉദ്ഘാടനം ചെയ്തു. പഴയകാല കോൺഗ്രസ് നേതാക്കളെ അനുസ്മരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് BJ ജോഷി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ, സൈമൺ തെക്കത്ത്, റോബിൻ വടക്കേത്തല, രപ്പായി തെക്കത്ത്, പുഷ്പ വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിപുലമായ കുടുംബ സംഗമങ്ങൾ നടന്ന് കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മണലൂർ മണ്ഡലത്തിലെ 9ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ സമ്മേളനം നടക്കുമ്പോൾ ഈ വാർഡിലെ കഴിഞ്ഞകാല നേതാക്കളും പ്രവർത്തകരും നമ്മെ വിട്ടുപോയ ആ പ്രിയ നേതാക്കളുടെ സ്മരണ പുതുക്കിക്കൊണ്ട് വേണം കുടുംബസമ്മേളനം ആരംഭിക്കാൻ എന്ന് പറഞ്ഞു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃത്തല്ലൂർ മേഖലാ കമ്മിറ്റി 2025-26 വർഷത്തെ മെമ്പർഷിപ്പ് പ്രവർത്തനം പൂർത്തിയാക്കി. തൃത്തല്ലൂർ മേഖലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം KB സുധ മെമ്പർഷിപ്പ് ലിസ്റ്റും തുകയും ഏറ്റുവാങ്ങി. മേഖലാ പ്രസിഡന്റ് ഷക്കീല ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി വത്സല വിനോദൻ, ട്രഷറർ സ്മിത സുരേഷ് ബാബു, TR ശശികല ടീച്ചർ, ഓമന മധുസൂദനൻ, ശ്രീകല ദേവാനന്ദ്, സക്കീന മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക ബജറ്റിൽ ഒരു പുതുമയുമില്ലെന്ന് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫലും യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി VM മുഹമ്മദ് സമാനും ആരോപിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വാർഷിക ബജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. ഒരു പുതുമയുമില്ലാത്ത ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നൂതനമായ ഒരു പദ്ധതികളുമില്ല. ഭരണനിർവഹണത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായ ഒരു തുകയും ബജറ്റിൽ നീക്കിവെച്ചിട്ടില്ല. കുടിവെള്ളത്തിനായി നീക്കിവെച്ചത് 40 ലക്ഷം രൂപ മാത്രമാണ്. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് 28,47,000 രൂപയുടെ കുറവാണ് കുടിവെള്ളത്തിനായി മാറ്റിവെച്ചിട്ടുള്ളത്. കുടിവെള്ളക്ഷാമം അടിക്കടി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു തീരദേശ പഞ്ചായത്താണ് വാടാനപ്പള്ളി. അവിടെ കുടിവെള്ളത്തിന് വേണ്ടത്ര തുക മാറ്റിവെക്കുന്നില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണ്. വരാനിരിക്കുന്ന ഒരു പ്രതിസന്ധിയെ മുന്നിൽ കാണാൻ പ്രാപ്തിയില്ലാത്ത ഒരു ഭരണസമിതിയാണ് വാടാനപ്പള്ളിയിലുള്ളത് എന്ന് ഈ ബജറ്റ് തെളിയിക്കുന്നു. മത്സ്യബന്ധന മേഖലയ്ക്ക് 3,60,000 രൂപ മാത്രമാണ് മാറ്റിവെച്ചത്. നൂതനമായ ഒരു പദ്ധതിയും ബജറ്റിലില്ല. ഭരണനിർവഹണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായ തുക പോലും ബജറ്റിൽ നീക്കിവെച്ചിട്ടില്ല. കുടിവെള്ളത്തിനായി നീക്കിവെച്ചത് 40 ലക്ഷം രൂപ മാത്രമാണ്. കഴിഞ്ഞ ബജറ്റിൽ അത് 68,47,000 രൂപയായിരുന്നു. വസ്തുതകൾ ഇതായിരിക്കെ 52 ലക്ഷം രൂപ കുടിവെള്ളത്തിന് മാറ്റിവെച്ചുവെന്നും ബജറ്റിൽ കുടിവെള്ളത്തിന് പ്രാമുഖ്യം നൽകുന്നുവെന്നും തെറ്റായ പ്രചാരം നടത്തുകയാണ് ഗ്രാമപഞ്ചായത്ത്. കുടിവെള്ള പ്രശ്നം അടിക്കടി രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു തീരദേശ പഞ്ചായത്താണ് വാടാനപ്പള്ളി.
മത്സ്യബന്ധന മേഖലയ്ക്ക് 3,60,000 രൂപ മാത്രമാണ് മാറ്റിവെച്ചത്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഗ്രാമപഞ്ചായത്തിന്റെ ആത്മാർത്ഥത ഇല്ലായ്മയാണ് വെളിപ്പെടുത്തുന്നത്. പ്രൈമറി വിദ്യാഭ്യാസത്തിന് തുക പകുതിയാക്കി വെട്ടിക്കുറച്ചിരിക്കുന്നു. 7,50,000 രൂപ മാത്രമാണ് മാറ്റിവെച്ചിട്ടുള്ളത്. SC ക്ഷേമത്തിന് വേണ്ടത്ര തുക വരുത്തിയിട്ടില്ല. സ്പോർട്സ്, കല, സംസ്കാരം എന്നിവയ്ക്കുള്ള തുകയിലും കാര്യമായ കുറവാണ് വന്നിട്ടുള്ളത്. മൃഗസംരക്ഷണത്തിനും ബജറ്റ് തുകയിൽ കാര്യമായ കുറവുണ്ട്. തെരുവുനായ ശല്യം രൂക്ഷമാക്കുകയും ഒരു കുട്ടിക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ തെരുവുനായകൾക്ക് ഷെൽട്ടർ സ്ഥാപിക്കുന്നുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജനങ്ങളോട് ഉറപ്പു നൽകിയിരുന്നെങ്കിലും അതിനുവേണ്ടി 1 രൂപ പോലും മാറ്റിവെച്ചിട്ടില്ല. ബജറ്റിൽ പരാമർശിക്കാത്ത കാര്യങ്ങൾ പത്രക്കാർക്കും സോഷ്യൽ മീഡിയയിലും നൽകി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് എന്ന ആരോപണമുണ്ട്. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിൽ മാർച്ച് 23-ന് നടത്തുന്ന വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മരണ തിരുനാളിന് കൊടികയറി. വികാരി ഫാദർ ജോൺ അയ്യങ്കാനയിൽ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോഫി ചുങ്കത്ത, കൈക്കാരന്മാരായ പോളി കോടംകണ്ടത്ത്, MD ജോസ്, TV ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുനാളിനോടനുബന്ധിച്ചുള്ള ഊട്ട് 23-ന് രാവിലെയുള്ള തിരുനാൾ കുർബാനയ്ക്ക് ശേഷം തുടങ്ങും. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിൻ്റെ ചിറകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധിയുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. Manappuram Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. തിരികെ വാർത്തകളിലേക്ക്. വാടാനപ്പള്ളി വയക്കാട്ടിൽ കളരി മഹോത്സവം ആരംഭിച്ചു.
ശനിയാഴ്ച വൈകിട്ട് മുത്തപ്പൻ കളം തോറ്റംപാട്ട്, വൈകിട്ട് വിഷ്ണുമായ സ്വാമിക്ക് കളവും ഞായറാഴ്ച രാവിലെ അഷ്ടനാഗക്കളവും എന്നിവ നടത്തി. തിങ്കളാഴ്ച വൈകിട്ട് ദീപാരാധന, പ്രസാദശുദ്ധി, അത്താഴപൂജ എന്നിവ ഉണ്ടാകും. ഉത്സവ ദിവസമായ ചൊവ്വാഴ്ച രാവിലെ നട തുറക്കൽ, ഗണപതി ഹവനം, കലശാഭിഷേകം, ശീവേലി, പറനിറക്കൽ, ഉച്ചപൂജ, നാഗപൂജ എന്നിവയും നടത്തും. വൈകിട്ട് ശീവേലി എഴുന്നള്ളത്ത്, ദീപാരാധന, നിറമാല, തായമ്പക, കേളി, പറനിറക്കൽ, സഹസ്രനാമാർച്ചന, അത്താഴപൂജ, തുടർന്ന് പ്രസാദവൂട്ടും. രാത്രി 10 മണിക്ക് പഞ്ചവാദ്യവും ഉണ്ടായിരിക്കും. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് VS ജ്യോതിവാസ്, സെക്രട്ടറി സുധീർ ശങ്കരനാരായണൻ, വൈസ് പ്രസിഡന്റുമാരായ VV മദനൻ, VB ബ്രഹ്മാനന്ദൻ, ജോയിന്റ് സെക്രട്ടറിമാരായ VK വിഭുനാഥ്, VS ദിനേശ് കുമാർ, ട്രഷറർ VP ബിനേഷ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കായിക വകുപ്പിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന കായിക വകുപ്പിന്റെയും CC മുകുന്ദൻ MLA ADS ഫണ്ടും ഉപയോഗപ്പെടുത്തി 1 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണ ഉദ്ഘാടനം ഞായറാഴ്ച സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ നിർവഹിച്ചു. ഏറെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്. നാടിൻ്റെ സാമൂഹികവും സാമ്പത്തികമായ വളർച്ചക്കൊപ്പം തന്നെ നമ്മുടെ പുതിയ തലമുറയുടെ കായിക ക്ഷമത കൂടി വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരള സംസ്ഥാന ഗവൺമെന്റ് രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു കായിക നയം രൂപീകരിച്ചു. ഇന്ന് ഈ നയത്തിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റും പുതിയ നയം രൂപീകരിക്കുകയാണ്. അപ്പൊ ഈ നയത്തിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളം ഉണ്ടാവണം. നമ്മുടെ എല്ലാ വിഭാഗം ജനങ്ങളെയും കായിക പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങളിൽ കായികം ഒരു ഇനമായി പഠിപ്പിക്കാൻ ആരംഭിക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ കഴിവുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കായിക പ്രവർത്തനം വിപുലമാക്കേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ വിദ്യാലയങ്ങളിലും പ്രൈമറി തലത്തിൽ ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ പാഠപുസ്തകങ്ങൾ ഇപ്പോൾ വരാൻ പോവുകയാണ്. ഈ അവധിക്കാലത്ത് ഈ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികൾ അധ്യാപകർക്കായി നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. CC മുകുന്ദൻ MLA അധ്യക്ഷനായി. കായിക വകുപ്പ് മന്ത്രിക്ക് വലപ്പാട് GVHSS സ്കൂൾ സ്നേഹോപഹാരം സമർപ്പിച്ചു. ഫുട്ബോൾ കോർട്ട്, ഗാലറി, അക്രിലിക് ബാഡ്മിന്റൺ കോർട്ട്, ക്രിക്കറ്റ് നെറ്റ്സ് എന്നിവയാണ് പദ്ധതിയിൽ ഉള്ളത്. കളിക്കാർക്ക് വീഴ്ചയിലുണ്ടാകുന്ന പരിക്ക് കുറയ്ക്കുന്നതിനായി കുഷൻ ലയർ ഫുട്ബോൾ കോർട്ട് ആണ് സജ്ജമാക്കുന്നത്. ഗ്രൗണ്ടിന്റെ കിഴക്കുഭാഗത്തായി 3 വരികളുള്ള ഗാലറിയും പദ്ധതിയിലുണ്ട്. 6 മീറ്റർ ഉയരത്തിൽ നൈലോൺ നെറ്റ് ഉപയോഗിച്ച് ഫെൻസിലും നിർമ്മിക്കും. മഞ്ജുള അരുണൻ, അനിൽകുമാർ PK, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, റഹീം വീട്ടിപ്പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, രമേശ് CS എന്നിവർ പ്രസംഗിച്ചു.
കുടിവെള്ളം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, മയക്കുമരുന്ന് നിർമ്മാർജ്ജനം എന്നിവയ്ക്ക് പ്രധാന ഊന്നൽ നൽകി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസറാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കുടിവെള്ളം 10 കോടി രൂപ, സമഗ്ര ആരോഗ്യ പദ്ധതി 1 കോടി, മയക്കുമരുന്ന് നിർമ്മാർജ്ജനം 2 ലക്ഷം, ഭവന നിർമ്മാണം 3 കോടി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം 2,50,000, സാമൂഹിക സുരക്ഷാ പെൻഷൻ 8 കോടി തുടങ്ങിയവയ്ക്കാണ് മുഖ്യമായും തുക വകയിരുത്തിയിരിക്കുന്നത്. 50 കോടി 35,47,668 രൂപ വരവും 49 കോടി 83,92,000 രൂപ ചിലവും 51,55,668 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. തൃപ്രയാർ ബീച്ച് കല്ലയിൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നിർമാല്യ ദർശനം, മഹാഗണപതി ഹവനം, ഉഷപൂജ, കലശപൂജ, പന്തീരടി പൂജ, കലശാഭിഷേകം, കാഴ്ചശീവേലി, ഉച്ചപൂജ, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് പകൽപൂരം, ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, രാത്രി മെഗാ ഷോ, അത്താഴപൂജ, തായമ്പക, ഗുരുതി ദർപ്പണം, പുലർച്ചെ എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ഐനിപ്പുള്ളി സുരേന്ദ്രൻ, മേൽശാന്തി സന്തോഷ് പണിക്കശ്ശേരി എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് KR കലേഷ്, സെക്രട്ടറി സീന കലേഷ്, ട്രഷറർ KV ദേവദാസ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. കഴിമ്പ്രം ധർമ്മവിലാസം നോർത്ത് LP സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു. നാട്ടിക SNDP യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. CC മുകുന്ദൻ MLA കമ്പ്യൂട്ടർ ഉദ്ഘാടനം നിർവഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. പ്രധാനാധ്യാപകൻ KG ദിലീപ് കുമാർ, വലപ്പാട് AEO KV അമ്പിളി, SNDP യോഗം എഡ്യൂക്കേഷണൽ സെക്രട്ടറി EG ബാബു, വാർഡ് മെമ്പർ KK പ്രഹർഷൻ, തളിക്കുളം BPC TV ചിത്രകുമാർ, സുകുമാരൻ കരിപ്പായി, മോഹനൻ കണ്ണമ്പുള്ളി, നരേന്ദ്രൻ തയ്യൽ, രണധൻ മംഗലത്ത്, മഞ്ജു രാകേഷ്, ഷിജ്ന നിഷാദ്, രമ്യ രാജൻ എന്നിവർ സംസാരിച്ചു. പൂർവാധ്യാപകരെയും പാഠ്യേതര വിഷയങ്ങൾ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. മനസ്സ് തുറന്ന് സംസാരിച്ച ഒരു സ്കൂളാണ് ഈ സ്കൂൾ. ഞാൻ വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ ഗ്രാമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രാമം എന്ന നിലയിൽ
ആ ഗ്രാമത്തിലുള്ള പാവപ്പെട്ട കുട്ടികളെ പഠിക്കുന്ന ഒരു സ്കൂൾ എന്ന നിലയിലുള്ള പ്രവർത്തനം. മറ്റൊന്നുപരിയായി ഇത് വളരെയേറെ ശ്രദ്ധയോടെ ഈ നാട്ടിലെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നൊരു മനസ്സാണ് അന്ന് ഞാൻ വന്നപ്പോൾ ഉണ്ടായത്. പല രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ പ്രദേശത്തെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിലുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് എന്നിൽ അർപ്പിതമായതോടെ ചെയ്യാൻ കഴിയുക എന്ന് മനസ്സിലാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കനോലി കനാലിൽ നിന്നും മാമ്പുള്ളി ചീപ്പ് വഴി ഉപ്പുവെള്ളം കയറുന്നത് മൂലം മണലൂർ പഞ്ചായത്തിലെ ഭൂരിഭാഗം തീരപ്രദേശങ്ങളിലും ജനജീവിതം ദുസ്സഹമായി. കിണറുകളിലും കരകൃഷിയിലും ഉപ്പുവെള്ളം കലർന്നതോടെ വലിയ ദുരിതത്തിലാണ് ജനങ്ങൾ. 1-ാം വാർഡ് അംഗവും മണലൂർ പഞ്ചായത്ത് ഭരണസമിതിയും ആവശ്യമായ ഇടപെടലുകൾ സമയാസമയങ്ങളിൽ നടത്താത്തത് മൂലമാണ് കഴിഞ്ഞ 2-3 വർഷമായി ഉപ്പുവെള്ള ഭീഷണി ഒഴിയാതെ നിലനിൽക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ഉപ്പുവെള്ളം ഈ ടീപ്പ് വിട്ടില്ലെങ്കിൽ ഉപ്പുവെള്ളം മുഴുവൻ കയറി ഓക നശിച്ചു പോവും. എല്ലാം നശിച്ചു. പച്ചക്കറികളെല്ലാം നശിച്ചു. കണ്ടശാകടന്ന് ഇങ്ങോട്ട് പുളി തന്നെ നേനാമോ കടവ് വരെ ഇപ്പുറത്ത്. വേനൽക്കാലമാകുമ്പോൾ പ്രദേശത്തെ ജനങ്ങളുടെ പ്രതീക്ഷയും ആശ്രയവുമായിരുന്ന രാമൻ കായലിലും ഉപ്പുവെള്ളമെത്തിയതായി പ്രദേശവാസിയായ മണ്ണാൻതിണ്ടി മാലതി പറഞ്ഞു. കുടിവെള്ളത്തിനായി ഭൂരിഭാഗം പേരും ആശ്രയിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജലമാണ്. കുടിവെള്ളം ഒഴിച്ചുള്ള മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തമായി പ്രദേശവാസികൾ ചെറിയ കിണറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ കിണർ വെള്ളവും ഉപ്പ് കയറി ഉപയോഗശൂന്യമായി. അതിനു പുറമെ തെങ്ങ്, വാഴ, പച്ചക്കറികൾ തുടങ്ങിയ കരകൃഷികളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി ഇറക്കിയിട്ടുണ്ട്. 2 മാസത്തോളം വളർച്ചയെത്തിയ ഈ നെൽച്ചെടികളും ഉപ്പുവെള്ള ഭീഷണിയിലാണ്. മണലൂർ പഞ്ചായത്ത് ഇടപെട്ട് അടിയന്തര നടപടികൾ എടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് നിരവധി തവണ മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിച്ചുവെങ്കിലും ഉചിതമായ നടപടികളോ ഇടപെടലുകളോ ഉണ്ടായിട്ടില്ലെന്ന് കേരള കർഷക സംഘം കാരമുക്ക് മേഖലാ സെക്രട്ടറി VP പ്രവീൺ പറയുന്നു. ഈ ഉപ്പുവെള്ളം കയറി അവിടെയുള്ള പ്രദേശവാസികൾ കുറേ ചെറിയ കൃഷികളൊക്കെ നടത്തുന്നുണ്ട് വീട്ടിൽ. അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ പൈപ്പ് വെള്ളം മാത്രമാണ് ആശ്രയിച്ചാണ് ജനങ്ങൾ കഴിയുന്നത്. അവരും കുറേ ചെറിയ കിണറുകളൊക്കെ കുത്തിയിട്ടുണ്ട്. ആ കിണറ്റിലേക്കൊക്കെ ഉപ്പുവെള്ളം കയറി ഇപ്പോൾ അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു താനാപാടം എന്ന് പറയുന്ന സ്ഥലത്തേക്കും ഈ ഉപ്പുവെള്ളത്തിൻ്റെ പ്രശ്നം ഇവിടെ ചീപ്പിടാത്ത കാരണം ആ താനാപാടത്തേക്കും ഈ ഉപ്പുവെള്ളത്തിൻ്റെ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കർഷക സംഘത്തിൻ്റെ ഇതിൽ കൃഷി നടത്തിയിട്ടുണ്ട്. അതും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഇവിടുത്തെ വാർഡ് മെമ്പറുടെ അനാസ്ഥയാണ്. 1-ാം വാർഡിലെ വാർഡ് മെമ്പറുടെ അനാസ്ഥയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി കാർന്നൂരുപ്പാപ്പ റിലീഫ് സൊസൈറ്റി റംസാൻ കിറ്റ് വിതരണം നടത്തി. കാഞ്ഞിരപ്പള്ളി ഖത്തീബ് അനസ് അൻവരി ദുവാക്ക് നേതൃത്വം നൽകി. KRS രക്ഷാധികാരി സുലൈമാൻ പുറക്കുളം വിതരണോദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞിരപ്പള്ളി മഹൽ പ്രസിഡന്റ് നൌഷാദ് പോക്കാക്കില്ലത്ത്, അബ്ദുൽ ഖാദർ കാട്ടിലെ പീടികയിൽ, ഹനീഫ വലിയകത്ത്, ഹിളർ വലിയകത്ത്, റിയാസ് മൂന്നാക്കപ്പറമ്പിൽ, നവാസ് അമ്പലത്ത് വീട്ടിൽ, ഇസ്മായിൽ മൂന്നാക്കപ്പറമ്പിൽ, കബീർ ഇടവഴിപ്പുറത്ത്, കരീം പോക്കാക്കില്ലത്ത്, ബദറുദ്ദീൻ വലിയകത്ത്, ഷംസുദ്ദീൻ പറൂപ്പന, കബീർ പുറക്കുളം, ആസിഫ് പുറക്കുളം, അബ്ദുൽ ഖാദർ വിളിപ്പറമ്പിൽ, ഷിഹാബ് വലിയകത്ത് എന്നിവർ നേതൃത്വം നൽകി. കണ്ടശാങ്കടവ് ജലോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ A ഗ്രേഡ് ചുരുളൻ വള്ള നിർമ്മാണം ആലോചന യോഗം ചേർന്നു. കാരമുക്ക് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന യോഗം കണ്ടശാങ്കടവ് ജലോത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് PK പുഷ്പാങ്കദൻ ഉദ്ഘാടനം ചെയ്തു. ജലവാഹിനി ബോർഡ് ക്ലബ് പ്രസിഡന്റ് VK കാർത്തികേയൻ അധ്യക്ഷനായി. ക്ലബ് സെക്രട്ടറി PK സജീവ്, അഡ്വക്കേറ്റ് KN സോമകുമാർ, ജോർജ് A ആലപ്പാട്ട്, മണലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PT ജോൺസൺ, രൂപേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജില്ലാതല വായന വസന്തം പരിപാടി തളിക്കുളം ബ്ലൂമിംഗ് ബഡ്സ് സ്കൂളിൽ ജില്ലാ പ്രസിഡന്റ് മുരളി പെരുന്നലി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഗ്രന്ഥശാലകളിലേക്ക് വന്ന് പുസ്തകം തേടി വന്ന് അത് വായിക്കുക എന്ന് പറയുന്ന ആ പ്രവർത്തനത്തിന് ചെറിയൊരു ഇതിന് സംഭവിച്ചിട്ടുണ്ട്. പല കാരണങ്ങളാണ്. ഞങ്ങൾ തിരക്കിലാണ് പോലെ വളരെ ഓട്ടത്തിലാണ് വിഷയം. അതുകൊണ്ട് അവിടെ വന്ന് വായനശാലകളിൽ വന്ന് പുസ്തകമെടുത്ത് വായിക്കുക എന്ന് പറയുന്ന ആ പ്രവർത്തനം പിന്നെ എല്ലാ ആ പ്രവൃത്തി
അതൊരു വെല്ലുവിളിയിലേക്ക് പുസ്തകം എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനാണ് ഈ വായനാ വസന്തം എന്ന പേരിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്നത്. ജില്ലാ സെക്രട്ടറി വി കെ ഹാരിഫാബി അധ്യക്ഷയായി. ബ്ലോക്ക് പ്രസിഡന്റ് കെ സി പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ പി എം അഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തി ബാസി, എം ആർ ദിനേശൻ, ബ്ലോക്ക് മെമ്പർ വി കല, താലൂക്ക് സെക്രട്ടറി കെ എ വിശ്വംഭരൻ, സാംസ്കാരിക പ്രവർത്തകരായ വി ഡി പ്രേംപ്രസാദ്, സുഭാഷിണി മഹാദേവൻ, ശ്രീകുട്ടി മൂത്തേടത്ത്, ആഷത്ത് മുഹമ്മദ്, മെഹറുന്നീസ ബഷീർ, സബീക ഫൈസൽ, ജുബുമോൻ എന്നിവർ സംസാരിച്ചു. പട്ടികജാതി ക്ഷേമസമിതി മണലൂർ ഏരിയ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി മെമ്പർ TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. VV സജീന്ദ്രൻ, കൃഷ്ണൻ തുപ്പത്ത്, PK മോഹൻ മാസ്റ്റർ, ഷീജ രാജീവ്, TK ചന്ദ്രൻ, KK ബാബു, EV പ്രബീഷ്, KV മനോഹരൻ എന്നിവർ സംസാരിച്ചു. കാരമുക്ക് SNGS മുൻ ഡയറക്ടറും കാരമുക്ക് വിളക്കുംകാൽ സെന്ററിൽ ആധാരം എഴുത്തുകാരനുമായ മൂത്തേടത്ത് ശശിധരൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ഭാര്യ സുജാത, മകൻ സോഹിൻ, മരുമകൾ അമൃത. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടിക ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ ടർഫും കായിക മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടികയിൽ ഓട്ടോറിക്ഷക്കാരനെ ആക്രമിച്ച് പണവും മൊബൈലും കവർന്ന ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.